ഹലോ, ഞാൻ സുരേഷ് കെ എസ്. എൻ്റെ ഈസി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ഈ ഒരു ഇമേജാണ് 3D ആയി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നാം ഈ ഓട്ടോകാഡിൻ്റെ ഓപ്പണിംഗ് വിൻഡോയിലുള്ള ഈ ടെംപ്ലേറ്റ്സിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡ് SODWP സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു 2D വർക്ക് സ്പേസ് ആണ് കിട്ടുന്നത്. നമുക്ക് 3D വർക്ക് സ്പേസ് ആണ് ആവശ്യം. 3D ആണ് നാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഈ സ്റ്റാറ്റസ് ബാറിലുള്ള വർക്ക് സ്പേസ് സ്വിച്ചിങ്ങിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം 3D മോഡലിംഗ് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ അൺസേവ്ഡ് വ്യൂ ഇതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം SC ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഈ UCS ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാനായി UCS ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ ഗ്രിഡ് ഒഴിവാക്കാം. ഗ്രിഡ് ഓൺ ചെയ്തിരിക്കുകയാണ്, അത് ഓഫ് ചെയ്യാം. ഓർത്തോ ഓൺ ചെയ്യാം, ഓർത്തോ മോഡ് ഓൺ ചെയ്യാം. ഇനി ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നാം ആദ്യം റൈറ്റ് UCSലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ വേൾഡ് UCSലാണ് ഇപ്പോൾ കിടക്കുന്നത്, അതിൽ ടോപ്പ് UCSൽ നമ്മളിവിടെ ഈ ആരോ വേൾഡിൻ്റെ ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ റൈറ്റിലാണ് ഈ Z വാല്യൂ കിടക്കുന്നത്, റൈറ്റ് ഭാഗത്താണ്. ഇനി നമുക്ക് ആദ്യം 75 യൂണിറ്റിലുള്ള ഒരു ലൈൻ ഈ അടിയിലുള്ള ഒരു ലൈൻ വരയ്ക്കുക. അപ്പം ലൈൻ കമാൻഡ് എടുക്കുക, ഇവിടെ സെലക്ട് ചെയ്യുക 75 എൻ്റർ. ഇനി ഇത് നമുക്ക് സൂം ഇൻ ചെയ്യാം. ഇനി ഇവിടെ നിന്ന് 75 യൂണിറ്റിലേക്ക് 75 യൂണിറ്റിലേക്ക് നമുക്ക് ഒരു സർക്കിൾ ഡയമീറ്റർ 20 ഉള്ള സർക്കിളും റേഡിയസ് 20 ഉള്ള സർക്കിളും വരക്കണം. അതിന് നമുക്ക് ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്യാം. ഈ മിഡിൽ പോയിന്റിൽ നിന്ന് നമുക്ക് ട്രാക്ക് ചെയ്ത് 75 യൂണിറ്റിലേക്ക് ഡയമീറ്റർ 20 റേഡിയസ് 20 രണ്ട് സർക്കിൾ വെക്കാം. അപ്പോൾ ഈ സർക്കിൾ കമാൻഡ് എടുക്കാം. ആദ്യം സെൻറ്റർ ഡയമീറ്റർ എടുക്കുക. ഇവിടെ ഈ മിഡ് പോയിന്റിൽ നിന്ന് ട്രാക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യാതെ ട്രാക്ക് ചെയ്യുക 75 യൂണിറ്റിലേക്ക് 75 എൻ്റർ. ഇനി നമുക്ക് 20 ആണ് ഡയമീറ്റർ പറഞ്ഞേക്കുന്നത്, 20 എൻ്റർ. ഇനി നമുക്ക് 20 യൂണിറ്റ് റേഡിയസും കൂടി വേണം. അപ്പം ഇവിടെ സർക്കിൾ സെൻറ്റർ റേഡിയസ് സെലക്ട് ചെയ്യുക, സർക്കിൾ എടുത്തിട്ട് ഈ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക 20 എൻ്റർ. ഇനി നമുക്ക് ഈ ഭാഗം നോക്കുക, ഇത് 50 യൂണിറ്റാണ്. അപ്പോൾ ഈ ഭാഗത്തും 50 യൂണിറ്റുള്ള ഒരു ലൈൻ വരക്കുക. ശേഷം ആ ലൈൻ ഈ എൻ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ ക്വാഡ്രന്റിലേക്ക്, ഈ സർക്കിളിൻ്റെ ക്വാഡ്രന്റിലേക്ക് പൊട്ടിക്കണം രണ്ട് സ്ഥലത്തും. അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കുക 50 യൂണിറ്റ് എൻ്റർ എൻ്റർ. അടുത്തത് ഇവിടെയും എൻ്റർ അടിക്കുക ലൈൻ കമാൻഡിന് വേണ്ടി. ഇവിടെ 50 യൂണിറ്റ് എൻ്റർ എൻ്റർ. ഇനി എൻ്റർ അടിക്കാം. നമുക്ക് ഇവിടെ നിന്ന് ലൈൻ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാർട്ട് ചെയ്ത ശേഷം ഈ ടാൻജന്റിലേക്ക്, ഇവിടെയുള്ള ടാൻജന്റിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യുക, ടാൻജന്റിലേക്ക് ഒട്ടിക്കുക എൻ്റർ എൻ്റർ. അടുത്ത ലൈൻ കിട്ടാനായിട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ഈ ടാൻജന്റിലേക്ക് ഒട്ടിക്കുക. ഇനി നമുക്ക് ഇത് പ്രസ് പുൾ ചെയ്യാറായി. അത് 12 യൂണിറ്റാണ് ഈ ഭാഗം ഇങ്ങോട്ട് പ്രസ് പുൾ ചെയ്യേണ്ടത്.
അതേസമയം ഇത് 20 യൂണിറ്റ് ആണ്. ഇങ്ങോട്ട് മുന്നോട്ട് പുൾ ചെയ്യാം. ആദ്യം ഇത് 12 യൂണിറ്റും പിന്നെ ഈ ഭാഗം ഈ സർക്കിളിന്റെ ഈ രണ്ട് സർക്കിൾസിന്റെ അകഭാഗം 20 യൂണിറ്റിലേക്കും. അപ്പം പ്രസ് പുൾ കമാൻഡ് എടുക്കുക. ഇതാണ് പ്രസ് പുൾ കമാൻഡ്. പ്രസ് പുൾ കമാൻഡ് സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക 12 യൂണിറ്റ്, എന്റർ. ഇനി നമുക്ക് ഇതിപ്പോ 3D വയർ ഫ്രെയിം 2D വയർ ഫ്രെയിമിലാണ് കാണുന്നത്. നമുക്ക് 3D ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് നമുക്ക് ആക്കാമത്. ഇനിയും പ്രസ് പുൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ 12 യൂണിറ്റിലേക്കാണ് നമുക്ക് ചെയ്യുക. ഇനി ഇത് 20 യൂണിറ്റിലേക്കാണ് പ്രസ് പുൾ ചെയ്യേണ്ടത്. ഈ ഭാഗം ഇങ്ങോട്ട് മുന്നിലേക്ക് 20 യൂണിറ്റിലേക്ക് പ്രസ് പുൾ ചെയ്യുക. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം, ഈ ഭാഗത്ത് നടുക്കുള്ള ഈ ഓവൽ ഷേപ്പിലുള്ള ഒരു ഹോളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഈ ഇതിന്റെ പോയിന്റ് കാണാനായിട്ട് ഇതിന്റെ സെന്റർ പോയിന്റ് ഈ രണ്ട് സർക്കിൾസ് ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അത് റേഡിയസ് 8 ഉള്ള രണ്ട് സർക്കിൾസ്. ആ രണ്ട് സർക്കിൾസിന്റെ രണ്ടിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇപ്പുറത്തുള്ള എഡ്ജും ഈ അടിയിലുള്ള എഡ്ജും അകത്തേക്ക് കോപ്പി ചെയ്യണം. അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ഈ എക്സ്ട്രാക്ട് എഡ്ജസ് എന്ന് പറഞ്ഞ ഈ ഇതിന്റെ കമാൻഡിന്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി എഡ്ജസ് സെലക്ട് ചെയ്യുക. ശേഷം ഈ എഡ്ജാണ് നമ്മൾ ആദ്യം കോപ്പി ചെയ്യാൻ പോകുന്നത്. അത് കോപ്പി ചെയ്യാനായിട്ട് അത് സെലക്ട് ചെയ്യുക. ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ബേസ് പോയിന്റ് ചോദിക്കുന്നത് ഇതിപ്പോ ബേസ് പോയിന്റ് നമുക്ക് സെന്ററിലാണ് ഇത് വരേണ്ടത്. ഈ ബേസ് പോയിന്റ് ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ഇനി സെക്കൻഡ് പോയിന്റ് ഈ മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. അപ്പൊ അവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞ് ഇനിയും കോപ്പി ചെയ്യണം. നമുക്ക് കോപ്പി എടുക്കാം. ഇവിടെ നോക്കുക, ഇത് ഈ ഭാഗമാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. ഈ എഡ്ജാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. അത് ആദ്യം 20 യൂണിറ്റിലേക്ക് ഇവിടുന്ന് ഒരു പോയിന്റ് ഇന്റർസെക്ഷൻ പോയിന്റ് ഇട്ടാനാണ് ഇതിന്റെ. പിന്നെ 20+14 34 യൂണിറ്റിലേക്ക് ഇത് തന്നെ പിന്നീടും കോപ്പി ചെയ്യണം. അപ്പോൾ കോപ്പി ആദ്യം ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യാനായിട്ട് എൻ്റർ ചെയ്യുക. ഇങ്ങോട്ട് നേരെ മുകളിലേക്ക് പൊക്കിയിട്ട് 20 യൂണിറ്റ് എൻ്റർ. ഇനിയും കോപ്പി ചെയ്യാൻ നോക്കുക. കോപ്പി കമാൻഡ് എടുക്കുക. ഇതുപോലെ ഈ എഡ്ജ് തന്നെ സെലക്ട് ചെയ്യുക. ശേഷം 20+14 34 യൂണിറ്റ് ആണ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് 34 എൻ്റർ. അപ്പം നമ്മളത് കോപ്പി ചെയ്ത് കഴിഞ്ഞ് ഇനി എസ്കേപ്പ് ചെയ്യുക. നമുക്ക് ഈ സെന്റർ പോയിന്റ് കിട്ടി കഴിഞ്ഞ് രണ്ട് സർക്കിളിൻ്റെ, എന്നിട്ട് വേണം സർക്കിൾ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നോക്കാം, ഈ സർക്കിൾ എത്രയാണ്? റേഡിയസ് 8 ആണ് രണ്ടിൻ്റെയും. അപ്പം നമുക്ക് സെന്റർ റേഡിയസ് സർക്കിൾ എടുക്കാം. ഇവിടെ നിന്ന് സെന്റർ റേഡിയസ് സെലക്ട് ചെയ്യുക. ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ഈ മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. 8 എൻ്റർ. അടുത്തതും സെലക്ട് ചെയ്യുക. സർക്കിൾ സെലക്ട് ചെയ്യുക. ഈ ഇന്റർസെക്ഷൻ പോയിന്റ് സെലക്ട് ചെയ്യുക. 8 എൻ്റർ. ഇനി നമുക്ക് ഇതെല്ലാം ഈ ലൈനുകളെല്ലാം നമ്മൾ ഇങ്ങനെ എഡ്ജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത ലൈനുകളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അതിന് നമുക്ക് ഷെയ്ഡഡ് എഡ്ജസിൽ നിന്ന് പിന്നീട് നമുക്ക് നേരിട്ട് 2D വയർ ഫ്രെയിമിലേക്ക് പോകാം. അതിന് എളുപ്പം അതാണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇത് സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഡിലീറ്റ് ചെയ്യാനുള്ള ഈ ലൈനുകൾ സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. എന്നിട്ട് ഇതിന് ഡിലീറ്റ് അടിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ലൈൻ, ഇവിടെ രണ്ട് ലൈൻ വരക്കാം. ആദ്യം നമുക്ക് ഓവൽ ഷേപ്പ് എടുക്കാനായിട്ടാണ്. അത് ലൈൻ കമാൻഡ് കൊടുക്കുക. എൽ എൻ്റർ. എല്ലാണ് ഷോർട്ട് കട്ട്. ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഈ എൻഡ് പോയിന്റിലേക്ക് എൻ്റർ എൻ്റർ. അടുത്തത് ഇവിടെയും ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഈ എൻഡ് പോയിന്റിലേക്ക്. ഇനി നമുക്ക് ട്രിം ചെയ്യാം. ഈ ഭാഗം അകത്തുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല, എന്നാലും നമുക്ക് ഈ ഓവൽ ഷേപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ട്രിം കമാൻഡ് കിട്ടും. ട്രിമിന്റെ ഷോർട്ട് കട്ട് TR ആണ്. TR ഡബിൾ എൻ്റർ ആണ്. TR എൻ്റർ എൻ്റർ. TR
എൻ്റർ എൻ്റർ. ഇനി നമുക്ക് ആദ്യം ഇത് ട്രിം ചെയ്യാം. ഇനി ഇതും ട്രിം ചെയ്ത് കളയാം. ഇങ്ങനെ രണ്ടും ട്രിം ചെയ്ത് കളഞ്ഞു. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് അത് അവിടെ ഒരു പ്രസ് പുൾ ചെയ്ത് ഹോളാക്കാനുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2D വയർ ഫ്രെയിമിൽ നിന്ന് ഷെയ്ഡഡ് എഡ്ജസിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ ക്രിയേറ്റ്. ഇനി നമുക്ക് പ്രസ് പുൾ എടുത്ത് അത് ഹോളാക്കി എടുക്കാം. പ്രസ് പുൾ കമാൻഡ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക, ഈ അകത്ത് ക്ലിക്ക് ചെയ്തതിൻ്റെ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് ഹോളാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കാം. ഇനി നമുക്ക് ഈ ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിനാദ്യം നമുക്ക് ഈ ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്യുക. അതിന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നാം ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് റൈറ്റ് വ്യൂവിലാണ് മുഴുവനും ക്രിയേറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ ആണിത്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അൺനെയിംഡ് പോയിട്ടിൽ റൈറ്റ് വ്യൂവിൽ നിന്ന് ഫ്രണ്ട് സെലക്ട് ചെയ്യുക, ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഫ്രണ്ട് സെറ്റ് വാല്യൂ ഫ്രണ്ടിലേക്ക് പോയി, ഫ്രണ്ട് വ്യൂ ആണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കാം ഏതാണ്. ആദ്യം 2 സർക്കിളുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഡയമീറ്റർ 25, അതുപോലെ ഡയമീറ്റർ 12, 2 സർക്കിളുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സെൻറ്റർ സർക്കിളിൻ്റെ ഇതിൻ്റെ സെൻറ്റർ ഡയമീറ്റർ എടുക്കുക. ശേഷം ഡയമീറ്റർ 25, 25 എൻ്റർ. ഇനിയും സെൻറ്റർ ഡയമീറ്റർ എടുത്തു കഴിഞ്ഞിട്ട് ഡയമീറ്റർ 12, എടുക്കുക. ഇനി നോക്കാം. നമുക്ക് ഇങ്ങോട്ട് 20 യൂണിറ്റിലേക്ക് ഒരു ലൈൻ വരക്കണം. ശേഷം 50 യൂണിറ്റിലേക്ക് ഒരു ലൈൻ വരക്കണം. ഇവിടെ നിന്ന് ഇവിടം വരെ ഈ അത്രയുള്ള പോർഷനാണ് ഇത്രയും ഉള്ളത്. അപ്പോൾ 20 യൂണിറ്റ് 50 യൂണിറ്റ്. പിന്നെ ആ ലൈൻ അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ടാൻജന്റിലേക്ക് നമുക്ക് മുട്ടിക്കാൻ പറ്റും. അപ്പോൾ ലൈൻ കമാൻഡ് എടുക്കാം. L ആണ് ഷോർട്ട്കട്ട്. L എൻ്റർ. അങ്ങനെ എടുക്കാം ലൈൻ കമാൻഡ്. ഈ ക്വാഡ്രന്റിൽ നിന്ന് 20 യൂണിറ്റിലേക്ക്, 20 യൂണിറ്റിലേക്ക് 20 എൻ്റർ. പിന്നെ 50 യൂണിറ്റിലേക്കാണ് ഇങ്ങോട്ട് 50 എൻ്റർ. ഇനി നോക്കാം. ഇനി നമുക്ക് ഈ ടാൻജന്റിലാണ് കൊണ്ടുപോയി നമുക്ക് മുട്ടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗമായി എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഭാഗം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് പ്രസ് പുൾ ചെയ്യാൻ ഭാഗത്തിലായി. പ്രസ് പുൾ ചെയ്യുന്ന എത്രയൊക്കെയാണ്? ഈ ഇത്രയും ഭാഗം 10 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് പ്രസ് പുൾ ചെയ്യുക. ഈ സർക്കിൾസിൻ്റെ ഭാഗം നമുക്ക് 20 യൂണിറ്റ് അല്ല 12 യൂണിറ്റിലേക്ക് 12 യൂണിറ്റിലേക്കും പ്രസ് പുൾ ചെയ്യുക. അപ്പോൾ പ്രസ് പുൾ കമാൻഡ് എടുക്കുക. ഇത് 10 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട്, ഇത് 12 യൂണിറ്റിലേക്ക്, 12 യൂണിറ്റിലേക്കും പ്രസ് പുൾ ചെയ്യുക. ഇനി നമുക്കിത് യൂണിയൻ ചെയ്യാം. കാരണം ഇത് ഇനി നമുക്ക് ഇതിൻ്റെ കോപ്പി എടുക്കണം. കോപ്പിയെല്ലാം എടുക്കണം. ശരിക്കും മിറർ ചെയ്യണം. എന്നാൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഈ 3D ആയതിൻ്റെ നമുക്കത് മിറർ ചെയ്യാം. ആദ്യം തന്നെ ഇത് നമുക്ക് യൂണിയൻ ചെയ്യണം. 2 ഒബ്ജക്റ്റുകളാണ്. അപ്പോൾ അത് യൂണിയൻ ചെയ്യാം. അപ്പോൾ യൂണിയൻ കമാൻഡ് എടുക്കുക. ഇവിടെ നിന്ന് യൂണിയൻ കമാൻഡ് എടുക്കുക. അല്ലെങ്കിൽ UNI എൻ്റർ ചെയ്താൽ, UNI ആണ് ഷോർട്ട് കട്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് യൂണിയൻ കമാൻഡ് എടുക്കുക. ശേഷം രണ്ടും സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഒറ്റ ഒബ്ജക്റ്റായി യൂണിയൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മിറർ ചെയ്യാം. ഈ വശത്ത് ഇങ്ങനെ ഒരു ഭാഗത്തും വേണം. അതിനുവേണ്ടി മിറർ ചെയ്യാം. മിറർ ചെയ്യാൻ വേണ്ടി നമ്മൾ MI തന്നെ എടുക്കാം. 3D മിറർ ചെയ്യാൻ 3D MI ഇടുക. അല്ലെങ്കിൽ MI ഇട്ടാൽ മതിയാവും. MI മിററിൻ്റെ ഷോർട്ട് MI ആണ്. MI എൻ്റർ. സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ശേഷം മിറർ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ മിഡ് പോയിന്റ്, ഈ മിഡ് പോയിന്റ്, ഇവിടെ കാണുന്ന മിഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ ഇങ്ങനെ ഇത് ശരിക്കുള്ള
ഒരു ലൈൻ പോകുന്നുണ്ട്. ആ ലൈനിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇനി എൻ്റർ ചെയ്യാം. അപ്പോൾ ശരിക്കും ഇത് മിറർ ചെയ്ത് കഴിഞ്ഞു. കാരണം ഇവിടെ ഒരു ഭാഗം കാണാനില്ലേ, അത് മിറർ ചെയ്തിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇന്നിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ മൂവ് കമാൻഡ് എടുക്കുക, എൻ്റർ. ഈ ഭാഗം നമുക്ക് മൂവ് ചെയ്യാം. ഇത് ഇപ്പുറത്തെ ഭാഗം എൻ്റർ അടിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അത് മൂവ് ചെയ്ത് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അത് ശരിക്കും മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പ്ലേസ് ചെയ്യണം. ഇതിൻ്റെ ഈ ഭാഗത്ത് ഇത് പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കുക, മുപ്പത്തിരണ്ട് യൂണിറ്റാണ് ഈ നടുവിൽ നിന്ന് ഈ ഭാഗം അപ്പുറം ഇപ്പുറം 32 യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് 16 യൂണിറ്റിലേക്ക് ഇങ്ങോട്ടും ഇത് വരണം, 16 യൂണിറ്റ് ഇങ്ങോട്ടും മൂവ് ചെയ്താൽ ശരിയാവും. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് 16 യൂണിറ്റ് ആദ്യം സെൻറ്ററിലേക്ക് മൂവ് ചെയ്തിട്ട് 16 യൂണിറ്റ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് മൂവ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ SC ഐസോമെട്രിക്കിൽ നിന്ന് NE ഐസോമെട്രിയിലേക്ക് പോയാൽ ഇതിൻ്റെ നമുക്ക് കൃത്യമായ ഏരിയയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. NE ഐസോമെട്രി സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇത് മൂവ് ചെയ്യാം. ആദ്യം ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയില്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഇതൊന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് കൂടുതൽ സൗകര്യം കിട്ടും. ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഇനി ഈ ഭാഗം നമുക്ക് മൂവ് ചെയ്യാം. അതിവിടെ ഞാൻ പറഞ്ഞതുപോലെ നടുവിൽ നിന്ന് ആകെ 16 യൂണിറ്റാണ്, 32 യൂണിറ്റാണ്. അപ്പം നടുവിൽ നിന്ന് 16 യൂണിറ്റ് അങ്ങോട്ട് മൂവ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ആദ്യം ഇത് സെലക്ട് ചെയ്യുക, എൻ്റർ, മൂവ് കമാൻഡ് കൊടുക്കുക, ഇത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ഈ എൻഡ് പോയിന്റ് ഇവിടെ നിന്ന് ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് സെലക്ട് ചെയ്യുക, അടുത്ത പോയിന്റ് ആയിട്ട്. അപ്പോൾ അവിടെ സെലക്ട് ചെയ്യുക. ഇനി അവിടെ നിന്ന് 16 യൂണിറ്റിലേക്ക്, മിഡ് പോയിന്റിൽ നിന്ന് 16 യൂണിറ്റിലേക്കാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി അടുത്ത മൂവ് കമാൻഡ് കൊടുക്കുക. ഓൾറെഡി ഉണ്ട്, എൻ്റർ അടിച്ചാൽ മതിയാവും. സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് 16 എൻ്റർ, 16 എൻ്റർ. അപ്പോൾ അവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലൈനുകളെല്ലാം ഒഴിവാക്കാം, ഡിലീറ്റ് ചെയ്ത് കളയാം, 2D ലൈൻസ്. ഇനി നമുക്ക് ഇത് മൂവ് ചെയ്യണം. ഇത് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരെ SC ഐസോമെട്രിക്ക് തന്നെ പോവാം. ഇപ്പോൾ NE ഐസോമെട്രിക്കിലാണ് എടുത്താൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന SC ഐസോമെട്രിക്കിലേക്ക് പോവാം. SC ഐസോമെട്രി സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ മിഡ് പോയിന്റ് ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്കിത് കുറച്ചും കൂടി ഇങ്ങോട്ട് ചെയ്തെടുക്കാനായിട്ട്, മാറ്റിയെടുക്കാനായിട്ട് ഈ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ശേഷം മൗസിൻ്റെ മിഡിൽ ബട്ടൺ, സ്ക്രോൾ ബട്ടൺ, അതും പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് പതുക്കെ ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് ഡ്രാഗ് ചെയ്യാം. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ മിഡ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഇവിടുത്തെ ഈ എൻഡ് പോയിന്റും കിട്ടിയിട്ടുണ്ട്. ഇനി മൂവ് ചെയ്താൽ മതിയാവും. അപ്പോൾ മൂവ് കമാൻഡ് കൊടുക്കുക, ആണ് ഷോർട്ട്കട്ട്, എൻ്റർ. ഇത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ശേഷം ബേസ് പോയിന്റ് ആയിട്ട് ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. നമുക്ക് കൂടുതൽ കാണണമെങ്കിൽ പിന്നീട് ഇത് സൂം ചെയ്താൽ മതി. ശേഷം ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടുത്തെ മിഡ് പോയിന്റിലേക്ക് നമുക്ക് വരാം. ഇതാണ് മിഡ് പോയിന്റ്. ഇവിടെ മിഡ് പോയിന്റ് തെളിയുന്നുണ്ട്. ഈ മിഡ് പോയിന്റിലേക്ക് വരാം. ഇനി അടുത്ത ഒരു മൂവ്മെന്റ് കൂടി വേണം. അത് നമ്മൾ പറഞ്ഞിട്ട് 16 യൂണിറ്റിലേക്കാണ് ഇങ്ങോട്ട്. അപ്പം എൻ്റർ അടിക്കുക. മൂവ്മെന്റ് ഓൾറെഡി ഉണ്ട്. മൂവ് കമാൻഡ് എൻ്റർ അടിച്ചാൽ മതിയാവും. സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്തിട്ടും ഇങ്ങോട്ട് 16 യൂണിറ്റിലേക്ക്, 16 എൻ്റർ. ഇപ്പോൾ 16 യൂണിറ്റിലേക്ക് അതും മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മൾ കൃത്യമായ സ്ഥലത്ത് തന്നെ അത് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് SC ഐസോമെട്രിക്ക് തന്നെ പോകാം. നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ വ്യൂവിലേക്ക് പോകാം. SC ഐസോമെട്രിക് സെലക്ട് ചെയ്താൽ മതിയാവും. ഇപ്പോൾ പോയി. ഇനി സൂം വിൻഡോ എടുക്കാം. Z എൻ്റർ
എന്നിട്ട് ഇങ്ങനെ വിൻഡോ സെലക്ട് ചെയ്താൽ മതി. ഇസഡ് എൻ്റർ. ഇതിനൊക്കെ ഈ ഇതിന് വിൻഡോ ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സൂം ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇത് ശരിക്കും കൃത്യമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് യൂണിയൻ ചെയ്യാം. യൂണിയൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് യൂണിയൻ കമാൻഡ് എടുത്താൽ മതി, അല്ലെങ്കിൽ UNI എൻ്റർ. UNI അടിച്ചാൽ മതിയാവും. UNI എൻ്റർ. ഇനി ഫുൾ സെലക്ട് ചെയ്യാം. എല്ലാം കൂടി യൂണിയൻ ചെയ്യുന്നതിൻ്റെ പേരിൽ ഫുൾ സെലക്ട് ചെയ്യാൻ നോക്കും. ഇനി എൻ്റർ അടിക്കാം. ഇപ്പോൾ ഇതെല്ലാം യൂണിയനായി, ഒറ്റ ഒബ്ജക്റ്റായി. ഇനി നമുക്ക് ഒരു കാര്യം ഇവിടെ ചെയ്യാം. ഇതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഈ ഭാഗത്ത് ഒന്ന് ഈ ഭാഗത്ത് ഒന്ന് ഫില്ലറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഭാഗത്തുനിന്ന് ഫില്ലറ്റ് റേഡിയസ് ഒരു 3 റേഡിയസ് കൊടുത്ത് ഫില്ലറ്റ് ചെയ്താൽ ഇത് കുറച്ചും കൂടി നല്ല ഷേപ്പ് ആവും. അപ്പോൾ ഫില്ലറ്റ് കമാൻഡ് എടുക്കുക. F ആണ് ഷോർട്ട്. F എൻ്റർ. റേഡിയസിന് വേണ്ടി R എൻ്റർ. നമുക്ക് 3 റേഡിയസിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ 3 എൻ്റർ. നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഈ ഭാഗമാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. എന്നിട്ട് ഡബിൾ എൻ്റർ കൊടുത്താൽ മതി. എൻ്റർ എൻ്റർ. അപ്പോൾ അവിടെ ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞു 3 ആയിട്ട്. ഇനിയും എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഫില്ലറ്റ് തന്നെ കിടപ്പുണ്ട് 3ൽ. അത് ഇതും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡബിൾ എൻ്റർ കൊടുക്കുക. എൻ്റർ എൻ്റർ. അപ്പോൾ അവിടെയും ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് യൂണിയൻ ചെയ്യാം. യൂണിയന് UNI ആണ് ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് യൂണിയൻ കമാൻഡ് എടുത്താൽ മതിയാവും. അപ്പോൾ UNI എൻ്റർ. ഫുൾ സെലക്ട് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഇപ്പം അത് യൂണിയൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തുള്ള 2D ലൈൻസ് ഒക്കെ കളയണമെങ്കിൽ എറേസ് കമാൻഡ് ഉപയോഗിച്ച് കളയാം. അപ്പോൾ എറേസിൻ്റെ ഷോർട്ട് കട്ട് ആണ്. എൻ്റർ. ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓബ്ജക്റ്റ് നമുക്ക് ഒഴിവാക്കാം. ഫുൾ സെലക്ട് ചെയ്യുക. ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ് ഒഴിവാകാതിരുന്നു. ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എല്ലാ 2D ലൈൻസും ഈ സർക്കിൾ ലൈൻസും എല്ലാം പോയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു കളറിലേക്ക് ആക്കാനായിട്ട് ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ കളർ ബൈ ലെയറിലേക്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് കളർ എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യുക. ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യുക. ശേഷം ഒന്നുകിൽ എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ ഓക്കെ അടിക്കുക. ഇനി എസ്കേപ്പ് ചെയ്യുക. ഇപ്പോൾ ആ കളറിൽ നമ്മൾ കൃത്യമായി ശരിയാക്കി കഴിഞ്ഞു. ഈ സൂം ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഭാഗം ഓബ്ജക്റ്റ്. കാരണം ഇതേ ഓബ്ജക്റ്റ് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കട്ടെ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.